ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സയൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസിലേക്ക് സ്വാഗതം. ഇന്ന് അക്വാകൾച്ചറിന്റെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ടുള്ള നമ്മുടെ കാർപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അക്വാകൾച്ചർ സിസ്റ്റം, ഏതൊരു അക്വാകൾച്ചർ സെനാരിയോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അവിടെ നമുക്ക് കാർപ്പ് ഇല്ലാതെ ഒരു കൾച്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. അപ്പോ കാർപ്പ് എന്ന് പറയുന്നത് വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു അക്വാകൾച്ചർ. നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ സിസ്റ്റം അല്ലെങ്കിൽ സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ മേജർ കാർപ്സ് ആണ്. പിന്നെ കുറച്ച് എക്സോട്ടിക് കാർപ്പുകളും ഉണ്ട്. അപ്പൊ കാർപ്പാണ് ഇൻ ജനറൽ. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ എടുത്തു കഴിഞ്ഞാലും ഒരു സ്പീഷീസ് ഏതാണ് ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന ഒരു സ്പീഷീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവും കാർപ്പ് തന്നെയാണ്. നമ്മുടെ വളരെ കോമൺ ആയിട്ട് അക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ സിനോണിമസ് ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്ന ഒരു ടേമാണ് IMC, ഇന്ത്യൻ മേജർ കാർപ്പ്. അപ്പൊ ഈ ഇന്ത്യൻ മേജർ കാർപ്സ് 3 സ്പീഷീസ് ചേർന്നിട്ടാണ് ഇന്ത്യൻ മേജർ കാർപ്സ് എന്നുള്ള ഒരു ലേബലിൽ വരുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കട്ല, നമ്മൾ കോമൺലി കട്ല എന്ന് പറയുന്ന കട്ല വിച്ച് ഇസ് എ സർഫസ് ഫീഡർ, സൂപ്ലാങ്ക്ടൺ ആണ് അത് കഴിക്കുന്നത്. പിന്നെ ഉള്ളത് ലാബിയോ റോഹിത വിച്ച് ഇസ് റോഹു, കോമൺ നെയിം ഇസ് റോഹു, ആൻഡ് അതൊരു കോളം ഫീഡർ ആണ്, എപ്പിഫൈറ്റ്സിനെയാണ് അത് കഴിക്കുന്നത്. പിന്നെ ഉള്ളത് മൃഗാളാണ്, സിറീനസ് മൃഗാള എന്ന് പറയുന്ന സ്പീഷീസ് വിച്ച് ഇസ് എ ബോട്ടം ഫീഡർ ആണ്, ബന്തോസ് ഫീഡർ ആണ്. ഇനി ഇതല്ലാണ്ട് ചൈനീസ് കാർപ്സ്, അതായത് എക്സോട്ടിക് കാർപ്സുകൾ നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് 3 സ്പീഷീസ് ആണ് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളത്. അതിലൊന്നാണ് ഗ്രാസ് കാർപ്പ്, ടിനോഫാരിംഗ്യോഡോൺ ഇഡല്ല എന്ന് പറയുന്ന ഗ്രാസ് കാർപ്പ്. അതൊരു അക്വാട്ടിക് വീഡ് ഫീഡർ ആണ്, വെജിറ്റേഷൻസ് ആണ് അത് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സാനിറ്ററി കാർപ്പ് എന്നും പറയാറുണ്ട്. അപ്പൊ അതുള്ള പോണ്ടിൽ അത് എല്ലാ ഇതും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കും, അതായത് അത് കഴിക്കുന്നതാണ്. അപ്പൊ അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ പോണ്ട് വളരെ വൃത്തിയായിരിക്കും. പിന്നെ ഉള്ളത് കോമൺ കാർപ്പ്, സിപ്രിനസ് കാർപ്പിയോ, അതൊരു ബെന്തിക് ഓംനിവോർ ആണ്. അവർക്ക് എന്താണ് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്, അതിന് ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അതിന് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ സിപ്രിനസ് കാർപ്പിയോ ആണത്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിച്ചോളുക. പിന്നെ ഉള്ളത് സിൽവർ കാർപ്പ്, ഹൈപ്പോഫ്താൽമിക്തിസ് മോളിട്രിക്സ്. അപ്പൊ ഇത് ഒരു സർഫസ് ഫീഡർ ആണ്, ഫൈറ്റോപ്ലാങ്ക്ടൺ ഫീഡർ ആണ്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, സർഫസ് ഫീഡർ ഏതാണ് കാർപ്പില് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ലയും സർഫസ് ഫീഡർ ആണ്, സിൽവർ കാർപ്പും സർഫസ് ഫീഡർ ആണ്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. സർഫസ് ഫൈറ്റോപ്ലാങ്ക്ടൺ ഫീഡർ ഏതാണ് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സിൽവർ കാർപ്പാണ്. സർഫസ് സൂപ്ലാങ്ക്ടൺ ഫീഡർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന് ആൻസർ കട്ലയാണ്. ഇനി ഇത് രണ്ടും ഇല്ല, സർഫസ് ഫീഡർ ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ കട്ല മാത്രമേ ഉള്ളൂവെങ്കിൽ കട്ല എഴുതുക. സർഫസ് ഫീഡർ ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ സിൽവർ കാപ്പ് മാത്രമേ ഉള്ളൂവെങ്കിൽ സിൽവർ കാപ്പാണ് ആൻസർ. പിന്നെ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള 2 കാർപ്പ് വെറൈറ്റീസ് കൂടെ നമ്മൾ ഇപ്പൊ കൾച്ചർ ചെയ്യുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് റോഹുവിന്റെ ഒരു വെറൈറ്റിയാണ്, ജയന്തി റോഹു എന്ന് പറയും. അപ്പൊ റോഹുവിന്റെ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് വെറൈറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയന്തി റോഹു ആണ്. അതുപോലെ കോമൺ കാർപ്പിന്റെ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് വേരിയന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അമൂർ കാർപ്പാണ്. ഇനി ഈ നമുക്ക് ഒരു അക്വാ കൾച്ചർ ചെയ്യണമെങ്കിൽ, അക്വാ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പീഷീസിനെ നമ്മുടെ കൺട്രോൾഡ് സിസ്റ്റത്തിൽ കൾച്ചർ ചെയ്ത് അതിനെ ബ്രീഡ് ചെയ്യിച്ച് അതിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫർദർ അതിനെയും കൾച്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഒരു ജനറേഷൻ F1 ജനറേഷൻ, F2 ജനറേഷൻ, F3 ജനറേഷൻ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അക്വാകൾച്ചർ സ്പീഷീസിനെ നമ്മൾ പൊട്ടൻഷ്യൽ അക്വാകൾച്ചർ സ്പീഷീസ് എന്ന് പറയും. അപ്പൊ കാർപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ അക്വാകൾച്ചർ സ്പീഷീസ് ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിൽ കാർപ്പിന്റെ ഹാച്ചറി തന്നെ ഉണ്ട്, ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന കാർപ്പ് ഹാച്ചറി നെയ്യാർ ഡാമിൽ ഉണ്ട്. അപ്പൊ അവര് ഇനീഷ്യലി നമ്മളിപ്പോ ഒരു സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൂഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ്. ബ്രൂഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാരന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല യങ് വൺസിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബ്രൂഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടുന്ന ഒരു ക്രൈറ്റീരിയ ആണ്.
അപ്പൊ അതില് ബ്രൂട്ട് പോണ്ടിന്റെ സൈസ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഒരു ബ്രൂട്ട് സ്റ്റോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോണ്ടിന്റെ സൈസ് 0.2 to 0.5 ഹെക്ടർ ഡയമീറ്ററും ഡെപ്ത് 1.5 മീറ്ററും ആയിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇനി ഫിഷ് നമ്മൾ ഒരു ബ്രൂട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഒരു കോമൺ കൾച്ചർ പോണ്ടിൽ നിന്നാണ് ബ്രൂഡേഴ്സിനെ എടുത്തിട്ട് വരുന്നതെങ്കിൽ അതിനൊരു 40 ppm ഫോർമാലിൻ ബാത്ത് കൊടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്ക് മാനേജ്മെന്റ് പോണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ബ്രൂട്ട് സ്റ്റോക്ക് മാനേജ്മെന്റ് പോണ്ടിൽ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് 1500 to 2000 കിലോഗ്രാം മാത്രമേ ഒരു ഹെക്ടറിന് പാടുള്ളൂ. അപ്പൊ ഇവിടെ 0.2 to 0.5 ഹെക്ടർ ആണ് പോണ്ടിന്റെ സൈസ് പറയുന്നത്. അപ്പൊ അതിനൊത്ത ബ്രൂഡേഴ്സിനെ മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് സ്റ്റോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മുടെ ഒരു ബ്രൂട്ട് സ്റ്റോക്ക് മാനേജ്മെന്റ് പോണ്ടിനകത്ത് NPC റേഷ്യോ എന്ന് പറയുന്നത് 16:1:106 ആയിരിക്കണം. ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പൊ ഇത് ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. വാട്ടർ ക്വാളിറ്റീസ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ 250 to 1000 kg/ഹെക്ടർ എന്ന നിരക്കിൽ നമ്മൾ കൗഡങ്ങ് ഓരോ 2 ദിവസവും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു 16:1:106 എന്ന് പറയുന്ന NPC റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൾച്ചർ പോണ്ടാണ് എങ്കിൽ വാട്ടർ എക്സ്ചേഞ്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഹെൽത്തി അല്ല, നമ്മൾ ഫ്രീക്വന്റ് ഫീഡിങ് ഒക്കെ ഉള്ള ഫീഡ് ക്ലീൻ ഔട്ട് ചെയ്യാത്തൊക്കെ പോണ്ടാണെങ്കിൽ നോർമലി 20 to 30% വാട്ടർ റിപ്ലേസ്മെന്റ് പെർ മന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യണം. അപ്പൊ ഇതില് ഹെൽത്തി പോണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല, വാട്ടർ റിപ്ലേസ്മെന്റ് എത്ര പെർസെൻറ്റേജ് ആണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 to 30% വാട്ടർ റിപ്ലേസ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്രൂഡേഴ്സിനെ ഒരു ദിവസം 2 പ്രാവശ്യം ഫീഡ് ചെയ്യണം. അത് ഒരു ഫ്ലോട്ടിംഗ് പെല്ലറ്റ് ആണ് കൊടുക്കേണ്ടുന്നത്. അതിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 to 8 mm ഡയമീറ്റർ ഉള്ള പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതും അതിനും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെ ആണെങ്കിൽ 3% ബോഡി വെയ്റ്റിന്റെ 3%മാണ് കൊടുക്കേണ്ടത്. അതേസമയം മെയ് കഴിഞ്ഞിട്ടാണെങ്കിൽ ബോഡി വെയ്റ്റിന്റെ 2%മാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ബ്രൂഡേഴ്സിന്റെ ഫീഡിങ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്. ഇനി അതിനകത്ത് എത്ര ന്യൂട്രിയൻസ് വേണം എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 30 മുതൽ 35% പ്രോട്ടീനും 10 മുതൽ 12% ഫാറ്റും 10 ഗ്രാം വൈറ്റമിൻ സിയും 3 ഗ്രാം വൈറ്റമിൻ ഇയും 100 ഗ്രാം ട്രേസ് എലമെന്റും 1.5 kg കോമൺ സോൾട്ടും ഉണ്ടായിരിക്കണം. ഇത് എത്രയാണ്? 100 കിലോ ഫീഡിനുള്ള കണക്കാണ് ഈ പറയുന്നത്. 100 കിലോ ഫീഡിൽ 30 മുതൽ 35% പ്രോട്ടീൻ ഉണ്ടാവണം, 10 മുതൽ 12% ഫാറ്റ് ഉണ്ടാവണം, 10 ഗ്രാം വൈറ്റമിൻ സി ഉണ്ടാവണം, 3 ഗ്രാം വൈറ്റമിൻ ഇ ഉണ്ടാവണം, 100 ഗ്രാം ട്രേസ് എലമെന്റ്സ് ഉണ്ടാവണം, 1.5 kg കോമൺ സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതായിരിക്കണം ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബ്രൂഡേഴ്സിന്റെ ഫീഡിൽ ഉള്ള കോമ്പിനേഷൻ. ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ കണ്ടിന്യൂസ്ലി ബ്രൂഡ് സ്റ്റോക്കിൽ ഇങ്ങനെ ബ്രൂഡേഴ്സ് വന്ന് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ബ്രൂഡ് സ്റ്റോക്കിനെ ഡിസിൻഫെക്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ ആണ്. ഈ ബ്ലീച്ചിങ് പൗഡർ 35 ppm ആയിരിക്കണം. 35 ppm ആയിരിക്കണം എന്നുള്ളത് ഉണ്ട്. ഇനി നമ്മുടെ അക്വാകൾച്ചർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത് പാരസൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ബ്രൂഡേഴ്സിന്റെ പുറത്ത് ചില സമയത്ത് പാരസൈറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. 2 പാരസൈറ്റ്സ് ആണ് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഒന്ന് ആർഗ്യുലസും 2 ലെർനിയയും ആണ്. ഈ ആർഗ്യുലസും ലെർനിയയും എന്താണ്? എക്ടോ പാരസൈറ്റുകളാണ്. ഇനി റിപ്പീറ്റഡ് സ്പോണിങ് കഴിഞ്ഞതിന് ശേഷം സ്പെൻഡ് ആവുന്ന ഫിഷസ്, അതായത് സ്പോണിങ് കഴിഞ്ഞ് ഇനി സ്പോൺ ചെയ്യാൻ പറ്റില്ല, ഫുള്ളി എഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് മിൽക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെൻഡ് ഫിഷസിനെ നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ അടുത്ത ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ആണ്. അത് 5 ppm ഡിപ്പാണ് കൊടുക്കേണ്ടുന്നത്.
എന്നിട്ട് അതിനെ ഒരു സെപ്പറേറ്റ് പോണ്ടിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് ഈ സ്പെൻഡ് ഫിഷസിന് 5% ബോഡി വെയ്റ്റിന് ഉള്ള ഫീഡ് ആദ്യത്തെ ആഴ്ച കൊടുക്കും. പിന്നെ ഫീഡ് അത് കഴിക്കുന്നതനുസരിച്ച് കൂട്ടിക്കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സീഡ് പ്രൊഡക്ഷൻ. നമ്മളിപ്പോൾ ബ്രൂഡ് സ്റ്റോക്കിനെല്ലാം മാനേജ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സീഡ് ഉണ്ടാക്കണം, ഈ യങ് വൺസിനെ ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബേസിക് വാട്ടർ ക്വാളിറ്റി മാനേജ്മെന്റ് ക്രൈറ്റീരിയകളെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ വേണ്ടുന്ന ആൽക്കലിനിറ്റി എന്ന് പറയുന്നത് 40 to 100 ppm ആണ്. ഈ 40 to 100 ppm എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലം ആഡ് ചെയ്യും. അറ്റ് ദ റേറ്റ് ഓഫ് 1 ppm കൂടുകയാണെങ്കിൽ 1 ppm ആലം ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇനി ആൽക്കലിനിറ്റി കുറഞ്ഞു എങ്കിൽ ആൽക്കലിനിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോളമൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അത് 2 to 4 grams/m³ എന്നുള്ള നിരക്കിലാണ്. ഈ ഡിജിറ്റ്സ് എല്ലാം ഓർത്തിരിക്കുക, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മുടെ കാർപ്പിന് അറ്റ് എ ടൈം തന്നെ ലക്ഷക്കണക്കിന് മുട്ടകളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 20 മുതൽ 30 ലക്ഷം എഗ്ഗുകളെ ഒരു ടൈമിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിരിയാൻ വെക്കാൻ വേണ്ടിയിട്ട് 20 ടൺ കപ്പാസിറ്റി ഉള്ള ഓവർഹെഡ് ടാങ്കും 20 ടൺ പെർ അവർ ഈൽഡ് ഉള്ള ഒരു ഓപ്പൺ വെൽ അല്ലെങ്കിൽ ട്യൂബ് വെല്ലും 2 വാട്ടർ പമ്പും ഒരു ജനറേറ്ററും വേണ്ടതുണ്ട്. അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചോദിച്ചാലായി. അപ്പൊ അത് നമ്മൾ ഓവറോൾ ചെയ്ത് പോണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ വെള്ളത്തിന്റെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 25 മൈക്രോമീറ്റർ വരെ ഉള്ള ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ഡസ്റ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് സാൻഡ് ഫിൽറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രീഡിംഗ് പെയറിനെ സെലക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ മേജർ കാർപ്സും സിൽവർ കാർപ്പും സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ടൈമിലാണ് ബ്രീഡ് ചെയ്യുന്നത്. കോമൺ കാർപ്പ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ബ്രീഡ് ചെയ്യും. അതിന് 2 പീക്ക് സീസൺ ആണ്, ഒന്ന് ജൂൺ ഓഗസ്റ്റും മറ്റൊന്ന് ജാനുവരി ടു മാർച്ചും. പിന്നെ ഗ്രാസ് കാർപ്പിന് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ് അതിന്റെ ബ്രീഡിംഗ് പീരീഡ്. പിന്നെ കാർപ്സ് എന്ന് പറയുന്നത് സെക്ഷുവലി ഡൈമോർഫിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്. മെച്ചുവേർഡ് മെയിലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതായത് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് കാണിച്ചു തുടങ്ങും മെച്ചുവർ ആയി കഴിയുമ്പോൾ. അപ്പൊ അതിന്റെ ഡോസൽ സർഫസ്, പെക്ടറൽ ഫിന്നിന്റെ ഡോസൽ സർഫസ് റഫ് ആയിരിക്കും. പിന്നെ അതിന്റെ അബ്ഡമൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. അതേസമയം അതിന്റെ ഏനൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് സ്വളൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നമ്മൾ ആബ്ഡമനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിൽട്ട് റിലീസ് ചെയ്യും. അതായത് ഫിഷസിന്റെ സ്പേമിന് പറയുന്ന പേരാണ് മിൽട്ട്. അപ്പോൾ അത് മിൽട്ട് റിലീസ് ചെയ്യും. ഇനി അതേസമയം മെച്ചുവേർഡ് ഫീമെയിൽ ആണെങ്കിലോ അതിന്റെ അബ്ഡമൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും, ബൾജ്ഡ് ആയിരിക്കും. അതിന്റെ ജെനേറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വീർത്ത് ഇരിക്കുന്നുണ്ടാവും, പിങ്ക് കളറായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് മെച്ചുവേർഡ് മെയിലിനെയും മെച്ചുവേർഡ് ഫീമെയിലിനെയും തിരിച്ചറിയാൻ പറ്റും. ഇനി ഒരു മെച്ചുവേർഡ് ഓവ എടുത്തു കഴിഞ്ഞാൽ, അതായത് റെഡി ടു ഫെർട്ടിലൈസ് ആയിട്ടിരിക്കുന്ന ഒരു ഓവ എടുത്തു കഴിഞ്ഞാൽ അതിന് 1.2 to 1.3 മില്ലിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും. ഇനി സിൽവർ കാർപ്പിന്റെ എഗ്ഗ് നോക്കിക്കഴിഞ്ഞാൽ അത് പെയിൽ ബ്ലൂ കളേർഡ് എഗ് ആയിരിക്കും. ഗ്രാസ് കാർപ്പിന്റെ എഗ്ഗ് നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ ടു ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ എഗ് ആയിരിക്കും. അപ്പൊ ഈ ഒന്ന് ഓർത്തിരിക്കുക. ഇത് വളരെ എല്ലായിടത്തും വളരെ പ്രോമിനന്റ് ആയിട്ട് പറയുന്നതാണ്. ബാക്കി എല്ലാത്തിനും ഒരു ട്രാൻസ്പാരന്റ് എഗ് ആയിരിക്കും. അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുമ്പോൾ യോക്ക് സാക്കിന്റെ യെല്ലോ കളർ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇനി സ്പോണിങ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എഗ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 to 28 ഡിഗ്രി സെൽഷ്യസും 5 to 6 ppm ഡിസോൾവ്ഡ് ഓക്സിജനുമാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു ടൈമിലാണ് അത് സ്പോൺ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു പോണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ടു ഫീമെയിൽ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ വൈസ് ആണെങ്കിൽ 2:1 റേഷ്യോയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒരു ബ്രീഡിംഗ് പോണ്ടിലേക്ക്.
ഇനി ബോഡി വെയിറ്റ് ആണ് നോക്കുന്നെങ്കിൽ 1:1 റേഷ്യോ, അതായത് 2 male/1 ഫീമെയിൽ ആണ് നമ്പർ വെച്ചാണെങ്കിൽ 1 male/1 ഫീമെയിൽ ആണ് ബോഡി വെയിറ്റ് വെച്ചിട്ടാണെങ്കിൽ. ഇനി നമ്മൾ ബ്രീഡിംഗ് പൂൾ നോക്കുകയാണെങ്കിൽ ബ്രീഡിംഗ് പൂളിന് 6 to 12 meter ഡയമീറ്റർ ഉണ്ടാവണം, 150 centimeter ഡെപ്ത് ഉണ്ടാവണം അതിന്റെ സെന്റർ പോർഷനിൽ. എന്നിട്ട് ഈ സെന്റർ പോർഷനിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടാവണം. ആ പൈപ്പിന് 2 to 3 inches ഡയമീറ്റർ ആണ് വേണ്ടുന്നത്. അപ്പൊ സിലിണ്ടറോ കോണിക്കൽ ഫോമാറ്റിലായിരിക്കണം ആ പോണ്ട്. ഇനി ഈ പോണ്ട് ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷവും ആ പോണ്ട് ഡിസിൻഫെക്ട് ചെയ്യണം. അത് ചെയ്യുന്നത് 50 ppm സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. 50 ppm സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെലക്ട് ചെയ്ത ബ്രൂഡേഴ്സിന് ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന് ബ്രീഡിങ്ങിന് റെഡിയാക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസേഷൻ. അപ്പോൾ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്തിട്ട്, സിന്തറ്റിക് ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഫിഷസിനെ ബ്രീഡിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഹൈപ്പോഫൈസേഷൻ. നമ്മൾ ഈ ഹൈപ്പോഫൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഹോർമോൺസ് OAFH, OATED, OA പ്രൈം, ഈ 3 ഹോർമോൺസ് ആണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് 2 റൂട്ട് വഴിയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രാ പെരിറ്റോണിയൽ ഇഞ്ചക്ഷൻ, അതായത് പെക്ടറൽ ഫിന്നിന്റെ അകത്തെ സൈഡിൽ, ആ ഫിന്നിന്റെ ബേസിലായിട്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി എല്ലാ അക്വാകൾച്ചർ പ്രാക്ടീഷണേഴ്സും പ്രിഫർ ചെയ്യുന്ന റൂട്ട് ഓഫ് ഹൈപ്പോഫൈസേഷൻ. പിന്നൊന്ന് ഇൻട്രാ മസ്കുലർ. അത് എന്ന് പറയുന്നത് ഡോസൽ പാർട്ട് ഓഫ് ദ കോഡൽ പിടങ്കിൾ, കോഡൽ പിടങ്കിളിന്റെ ഡോസൽ പാർട്ടിൽ, അല്ലെങ്കിൽ ഡോസൽ മസിൽ അബവ് ദ ലാറ്ററൽ ലൈൻ, ലാറ്ററൽ ലൈനിന്റെ മേളിലുള്ള ഡോസൽ മസിൽ, അതും അല്ലെങ്കിൽ ബിലോ ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഡോസൽ ഫിൻ, ആൻഡ് ഡോസൽ ഫിന്നിന്റെ ആന്റീരിയർ പാർട്ടിന്റെ ചോട്ടില്. ഇങ്ങനെ 3 റൂട്ട് വഴിയാണ് ഇൻട്രാമസ്കുലാർ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ ഹൈപ്പോഫൈസേഷൻ ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നർ സൈഡ് ഓഫ് ദ പെക്ടറൽ ഫിൻ ബേസ് ആണ് ബെസ്റ്റ് റൂട്ട്. ഇനി ഡോസേജസ് എങ്ങനെയാണെന്നുള്ളത്, ഒപ്റ്റിമം ഡോസേജ് ഇപ്പൊ കട്ട്ലയ്ക്കും റോഹുവിനും ആണെങ്കിൽ നമ്മുടെ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നത് 0.5 ml/kg ആണ്. മൃഗാളിനും കോമൺ കാർപ്പിനും ആണെങ്കിൽ 0.3 ml/kg ആണ്. ഗ്രാസ് കാർപ്പിനാണ് അല്ലെങ്കിൽ സിൽവർ കാർപ്പിനാണ് എങ്കിൽ 0.6 ml/kg. ഇങ്ങനെയാണ് നമ്മുടെ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇനി ഇഞ്ചെക്ട് ചെയ്യുന്ന ഹോർമോൺ നീഡിലിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫിഷ് എന്ന് പറയുന്നത് 1 to 2 kilogram ആണെങ്കിൽ നമ്പർ 24 എന്ന് പറയുന്ന നീഡിലാണ് യൂസ് ചെയ്യുന്നത്. 2 to 3 kg ആണെങ്കിൽ നമ്പർ 22 എന്ന് പറയുന്ന നീഡിലാണ് യൂസ് ചെയ്യുന്നത്. മോർ ദാൻ 3 kg ആണെങ്കിൽ നമ്പർ 19 എന്ന് പറയുന്ന നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ 24 ആണ് വലുത്, 19 ചെറുതാണ് നമ്പർ വൈസ്. പക്ഷേ നീഡിൽ വൈസ് നോക്കുകയാണെങ്കിൽ നമ്പർ 24 നീഡിലാണ് ഏറ്റവും ചെറുത്, നമ്പർ 22 ഇടത്തരം, നമ്പർ 19 ഏറ്റവും വലുത്. അങ്ങനെയാണ്. ഇനി ഫീക്കണ്ടിറ്റി നോക്കുകയാണ്. ഫീക്കണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ ഒരു ഹെൽത്തി ബ്രൂഡർ റിലീസ് ചെയ്യുന്ന എഗിന്റെ എണ്ണം, അതാണ് ഫീക്കണ്ടിറ്റി. അപ്പൊ ആ ഫീക്കണ്ടിറ്റി നോക്കുകയാണെങ്കിൽ കട്ട്ലയില് 0.5 to 2 lakhs/kg ആണ് ഫീക്കണ്ടിറ്റി. റോഹുല് 1 to 3.9 lakhs/kg ആണ്. മൃഗാളിലാണെങ്കിൽ 0.5 to 1.9 lakh/kg ആണ്. ഗ്രാസ് കാർപ്പിലാണെങ്കിൽ 0.13 to 0.82 lakh/kg ആണ്. സിൽവർ കാർപ്പിലാണെങ്കിൽ 1.3 to 1.7 lakh/kg ആണ്. ഇത്രയാണ് ഇതിന്റെ എന്താണ് ഫീക്കണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫീക്കണ്ടിറ്റി വൈസ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എഗ് റിലീസ് ചെയ്യുന്ന ഫീക്കണ്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഏതാണെന്നായിരിക്കും ക്വസ്റ്റ്യൻ. ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയാ, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഫിഷസിന്റെ, കാർപ്പിന്റെ എല്ലാത്തിന്റെയും തന്നെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് 85% ആണ്. അതായത് മൊത്തം ഇപ്പൊ ഒരു 100 എഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 85 ഫെർട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഈ ഫെർട്ടിലൈസ്ഡ് എഗ് എപ്പോഴും സ്റ്റിക്കി ആയിട്ടാണ് കാണപ്പെടുന്നത്, ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രില്ല പ്ലാന്റ് ആണ്.
ഇനി നമ്മുടെ മൊത്തം 100 എഗ്ഗിൽ 85 ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 15 അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അങ്ങനെ വരുന്ന അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് നമ്മൾ മാറ്റിയില്ലെങ്കിൽ, അതായത് അവിടുന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ ഫംഗൈ എന്ന് പറയുന്നത് സാപ്രോലെഗ്നിയ ആണ്. സാപ്രോലെഗ്നിയ ഇൻഫെക്ഷൻ ആണ് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഇനി നമ്മൾ ഹാച്ചിങ് ടൈം, അതായത് ഇൻക്യുബേഷൻ ടൈം എന്ന് പറയും. അതായത് എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അത് കുഞ്ഞായിട്ട് വിരിഞ്ഞു വരുന്ന ആ ടൈമിന് ഇൻക്യുബേഷൻ ടൈം എന്നാണ് പറയുന്നത്. ആ ഹാച്ചിങ് ടൈം എന്ന് പറയുന്നത് ഇന്ത്യൻ മേജർ കാർപ്പിന് 14 മുതൽ 20 മണിക്കൂറും ചൈനീസ് കാർപ്പിന് 24 മുതൽ 36 മണിക്കൂറും കോമൺ കാർപ്പിന് 48 മുതൽ 72 മണിക്കൂറും ആണ്. അപ്പൊ ഇതൊക്കെ ഡിജിറ്റ്സ് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഹാച്ച് മുട്ട വിരിഞ്ഞു, കുഞ്ഞുങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഈ ഫ്രഷ് വാട്ടർ ഫിഷസിന്റെ ഒക്കെയും തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 3, 4, 5, 6, 7 ദിവസം വരെ അതിന് ഫീഡ് ചെയ്യാനായിട്ട് അതിന്റെ യോക്ക് സാക്ക് ഉണ്ടാവും. അപ്പൊ അതിന്ന് തന്നെ സക്ക് ചെയ്തിട്ട്, അപ്പൊ മൗത്ത് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല, അത് യോക്ക് സാക്കിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. അതേസമയം 7 ദിവസം കഴിയുമ്പോൾ മൗത്ത് ഓപ്പൺ ആവും. മൗത്ത് ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ നമുക്ക് പുറത്തുനിന്നുള്ള ഫീഡുകൾ കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു പീരീഡ്, അതായത് ഹാച്ചിലിംഗ് പീരീഡിൽ നമുക്ക് നമ്മുടെ അക്വാട്ടിക് ഇൻസെക്ട്സ് ഈ ഫിഷസിനെ എഫക്ട് ചെയ്യും. അതായത് ജനിച്ചു വന്ന കുഞ്ഞു ഫിഷസിനെ എഫക്ട് ചെയ്യും. അങ്ങനെ എഫക്ട് ചെയ്യുന്ന അക്വാട്ടിക് ഇൻസെക്ട്സിൽ കുറച്ചെണ്ണമാണ് നോട്ടോനെക്റ്റ, റെനാട്ര, സെബെസ്റ്റ, നിംഫ് ഓഫ് ഡ്രാഗൺ ഫ്ലൈ. ഈ ഇത്രയുമാണ് നമ്മുടെ അക്വാട്ടിക് ഇൻസെക്ട്സ് ഈ ഹാച്ച്ലിങ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഒരു മീൻ കുഞ്ഞ് ജനിച്ച് 4 ദിവസം വരെ യോക്സാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ് കൊടുക്കണമല്ലോ. അപ്പൊ ഫീഡ് കൊടുക്കുന്നതിന്റെ റിക്വയർമെന്റ് എത്രയാണ് എന്നുള്ളതാണ്. അത് 4 മുതൽ 12 ഡേ പോസ്റ്റ് ഹാച്ച്, അതാണ് DPH. 4 മുതൽ 12 ദിവസം വിരിഞ്ഞതിന് ശേഷം 4 മുതൽ 12 ദിവസത്തിൽ 0.10 mm സൈസുള്ള ഫീഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് 0.5 kg per 1 lakh. 1 lakh അത്രയും സൈസുള്ള 4 to 12 days പ്രായമുള്ള 1 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് 0.5 കിലോഗ്രാം 10 mm സൈസുള്ള ഫീഡ് കൊടുക്കണം. 13 to 20 ഡേയ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 0.3 mm ഫീഡാണ് കൊടുക്കുന്നത്. അത് 1 കിലോ ആണ് പെർ 1 lakh. 21 to 30 ആണെങ്കിൽ 60 mm ഫീഡ് സൈസ് ആണ്, 2 kg per lakh ആണ്. 31 to 40 ഡേ പോസ്റ്റ് ഹാച്ച് ആണെങ്കിൽ 60 mm 0.60 mm ഫീഡ് സൈസ് ആണ്, 3 കിലോ പെർ ലാക്ക് ആണ് കൊടുക്കേണ്ടുന്നത്. 41 to 50 ഡേ പോസ്റ്റ് ഹാച്ച് ആണെങ്കിൽ 0.8 mm ഫീഡ് സൈസ് ആണ്, അത് 4 കിലോ പെർ ലാക്ക് കൊടുക്കണം. ഇനി 51 to 60 ഡേയ്സ് ആണെങ്കിൽ 0.8 mm തന്നെയാണ്, അത് 5 kg പെർ ലാക്ക് കൊടുക്കണം. അപ്പൊ ഈ 60 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫാമേഴ്സിന് സെല് ചെയ്യാനുള്ള സൈസായി. 60 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 2 months ആയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫാമേഴ്സിന് വിൽക്കാൻ പറ്റും. ഇനി അക്വാട്ടിക് വീഡ്സ് ഉണ്ടാവാറുണ്ട് നമ്മുടെ പോണ്ടുകളിൽ. അപ്പൊ ഈ അക്വാട്ടിക് വീഡ്സ് ഈ കൾച്ചർ സിസ്റ്റത്തിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ അത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെർബിസൈഡ്സ് യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ഹെർബിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്തുള്ള ഫിഷ് ഒന്നും ചത്തുപോകരുത് എന്നുള്ളതാണ്. അതായത് യൂസ്ഫുൾ ഫിഷസ്. അപ്പോൾ ഹെർബിസൈഡ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 2,4-ഡൈക്ലോറോഫിനോക്സി ആസിറ്റിക് ആസിഡ് ആണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ആൻഡ് എമർജന്റ് വീഡ്സിന് വേണ്ടിയിട്ട്. അത് 4.5 to 6.7 kg per hectare എന്നുള്ള രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് സിമേസിൻ. സിമേസിൻ എന്ന് പറയുന്നത് സബ്മേർജ്ഡ് വീഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് 6 kg per hectare എന്നുള്ള രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഫിഷിനെയും അത് എഫക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെർബിസൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ 2,4-ഡൈക്ലോറോഫിനോക്സി അസെറ്റിക് ആസിഡ്. ഇനി പ്രിഡേറ്ററി വീഡ് ഫിഷസ് ആണ് നമ്മുടെ പോണ്ടിൽ ഉണ്ടെങ്കിൽ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മഹ്വ ഓയിൽ കേക്ക് എന്ന് പറയും. അതിന് 2,500 gram
പെർ കെ ജി 2500 kg പെർ ഹെക്ടർ എന്നുള്ള രീതിക്കാണ് മഹുവ ഓയിൽ കേക്ക് നമ്മൾ കൊടുക്കേണ്ടുന്നത്. ആ മഹുവ ഓയിൽ കേക്കിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ 4-6% സാപ്പോൺ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അൺവാണ്ടഡ് ഫിഷസിനല്ല, അതിനകത്തുള്ള ഏത് ഫിഷസിനെയും അത് കൊന്നുകളയും. അത് 3 മുതൽ 10 മണിക്കൂറിനകത്ത് വെച്ചിട്ട് ഈ ഫിഷസിനെ എല്ലാം കൊല്ലും. അപ്പൊ നമ്മളിപ്പോൾ ഒരു പോണ്ട് റെഡിയാക്കുന്ന സമയത്ത് അതിൽ വീഡ് ഫിഷസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മഹുവ ഓയിൽ കേക്ക് 250 kg പെർ ഹെക്ടർ എന്നുള്ള രീതിക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ടോക്സിസിറ്റി എന്ന് പറയുന്നത് 2 മുതൽ 3 ദിവസം വരെ അത് ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ വേണ്ടുന്ന ഫിഷസിനെ അതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. പിന്നെ അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് 600 kg പെർ ഹെക്ടർ പെർ മന്ത് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ചില സമയത്ത് ക്വിക്ക് ലൈമും ഇട്ട് കൊടുക്കാറുണ്ട്. അത് 1500 kg പെർ ഹെക്ടർ പെർ മന്ത് എന്നുള്ള രീതിക്കാണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആനിമൽസും, ഈ ജീവനുള്ള എല്ലാ സാധനങ്ങളും മരിച്ചു പോകും, ക്രസ്റ്റേഷ്യൻസ് ഉൾപ്പെടെ, അതായത് എക്സോസ്കെൽറ്റനുള്ള ക്രസ്റ്റേഷ്യൻസ് ഉൾപ്പെടെ എല്ലാം ചത്തുപോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത് അമോണിയം സൾഫേറ്റ് ആണ്. പിന്നെ പോണ്ട് ക്ലോറിനേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് 35 ppm ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്തിട്ടാണ്. ആ 35 ppm ബ്ലീച്ചിങ് പൗഡറിൽ 30% ആക്റ്റീവ് കാർബൺ ക്ലോറിൻ ഉണ്ടാവും. പിന്നെ പി എച്ച് നമ്മുടെ ഒരു അക്വാട്ടിക് സിസ്റ്റത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കൂട്ടേണ്ടതുണ്ട്. അപ്പം പി എച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ലൈം യൂസ് ചെയ്യാം 1000 kg പെർ ഹെക്ടർ എന്നുള്ള രീതിക്ക്. പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യുന്നത് 4 to 4.5 pH നിൽക്കുന്ന സമയത്താണ്. ഇനി 4.5 to 5.5 ആണ് പി എച്ച് എങ്കിൽ 750 kg പെർ ഹെക്ടർ ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. 5.5 to 6.5 ആണ് പി എച്ച് എങ്കിൽ 500 kg. 6.5 to 7.5 ആണ് പി എച്ച് എങ്കിൽ 250 kg എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അഗ്രികൾച്ചറൽ ലൈം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഇപ്പൊ ഞാൻ ഈ മേളിൽ പറഞ്ഞതെല്ലാം തന്നെയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം തന്നെ ചോദ്യവും ആൻസറും എന്നുള്ള രീതിക്ക് തന്നെയാണ് കിടക്കുന്നത്. അത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുള്ളതിൽ ഒന്ന് എന്ന് പറയുന്നത് ചോദ്യം ഇങ്ങനെയായിരിക്കും: സൈക്ലോയിഡ് സ്കെയിൽസ് ആർ പ്രസന്റ് ഇൻ, താഴെ ഓപ്ഷൻ കാർപ്പ്, ഷാർക്ക്, പെർച്ചസ്, നൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടോപ്പിക് കാർപ്പ് തന്നെയാണ്, അപ്പൊ ഇവിടെ കാർപ്പാണ് ആൻസർ. ഇനി കാർപ്പ് ഫിഷിൽ കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അത് ലാബിയോ ആണ്, ലാബിയോ രോഹിതയാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ കാർപ്പ് ഏതാണെന്ന് ചോദിച്ചാലും ലാബിയോ ആണ് ആൻസർ. ഇനി ജോണി കാർപ്പ് എന്നറിയപ്പെടുന്നത് കറേഷ്യസ് ഓറാക്കസ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഗോൾഡ് ഫിഷ് ആണ്. ഇനി ഞാൻ നേരത്തെ ഫീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻസ് ഇതാണ്: റോഹു, കട്ട്ല, മൃഗാൾ, സിൽവർ കാർപ്പ്, കോമൺ കാർപ്പ്. ഇതിന്റെ ഫീഡിങ് പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റോഹു എന്ന് പറയുന്നത് ഒരു കോളം ഫീഡർ ആണ്. കട്ട്ല എന്ന് പറയുന്നത് പ്ലാങ്ക്ടൺ ഫീഡർ ആണ്. മൃഗാൾ എന്ന് പറയുന്നത് ബോട്ടം ഫീഡർ ആണ്. സിൽവർ കാർപ്പ് എന്ന് പറയുന്നത് സർഫസ് ഫീഡർ ആണ്. കോമൺ കാർപ്പ് എന്ന് പറയുന്നത് ബോട്ടം ഫീഡർ ആണ്. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ ഉള്ളത്: ഇൻ ലാർജർ റിസർവോയർ വിച്ച് ഗിയർ ഈസ് വൈഡ്ലി യൂസ് ടു ക്യാപ്ചർ കാർപ്സ് ആൻഡ് കാറ്റ് ഫിഷസ്. അത് ഗിൽനെറ്റ് ആണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വിച്ച് പ്ലാങ്ക്ടൺ ഈസ് സ്യൂട്ടബിൾ ഫോർ കോമൺ കാർപ്പ് ലാർവെ. ഏത് പ്ലാങ്ക്ടൺ ആണ് കോമൺ കാർപ്പ് ലാർവയ്ക്ക് ഫുഡായിട്ട് കൊടുക്കാൻ നല്ലത്? അത് സൂ പ്ലാങ്ക്ടൺ ആണ്. പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് ഏതാണെന്ന് ചോദിക്കാം. അത് 14 to 72 hours. 14 to 72 hours എന്ന് പറഞ്ഞാൽ ആ എല്ലാ സ്പീഷീസിന്റെയും കൂടെ ചേർത്തിട്ടാണ്. ഏറ്റവും കുറവ് 14, ഏറ്റവും കൂടുതൽ 72. അതിനകത്ത് വെച്ചിട്ട് ഓരോരോ കാർപ്പ് സ്പീഷീസും ഇൻക്യുബേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾ പുറത്തു വരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാർപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. അപ്പോ ഒരുവിധം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.